ഞാൻ ഇതുവരെ ലാലേട്ടനെ ഈ സിനിമയ്ക്ക് മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല. ശരിക്കും തരുൺ പോലും വിചാരിക്കാത്ത അത്രയും അപ്രിസിയേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണേ. ഞാൻ ആദ്യം ഓർത്ത് ഓപ്പറേഷൻ ചാവക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സൗദി വെള്ളയ്ക്ക് വന്നത്. സൗദി വെള്ളയ്ക്കുള്ള സമയത്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചാവ കുറച്ചും കൂടി കേരള, സൗത്ത് ഇന്ത്യയിലുള്ള ആക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ പേര്. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ഇതായിരിക്കും എന്റെ എക്സ്ട്രീം എന്ന് വിചാരിച്ചു. സൗദി വെള്ളയ്ക്ക് അങ്ങനെയല്ല, കുറച്ചും കൂടി ഇത് കിട്ടി പ്ലസ് നോർത്തിൽ നിന്ന് കിട്ടിയത്. ഇത് അങ്ങനെയല്ല, ഇത് അതിന്റെ മുകളിൽ ഇന്റർനാഷണൽ. എനിക്ക് വരുന്ന UK കോളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അയർലൻഡിൽ നിന്നുള്ള കോളുകൾ, കാനഡ കോളുകൾ, അപ്പൊ അതൊന്നും എനിക്ക് മറ്റു സിനിമകൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഇതാ എന്താ പറയാ, ഞാൻ എൻ്റെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ യൂസ് ചെയ്ത വേർഡാണ് സ്ലീപ്പർ സെൽ എന്നുള്ള വേർഡ്. അതിന്റെ വായിൽ നിന്ന് അബദ്ധത്തിൽ വന്ന വീടാണ്. പക്ഷെ ആ സ്ലീപ്പർ സെൽസ് ഇറങ്ങിയതിന്റെ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ എന്നേക്കാൾ ഉപരിയായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ ഇമോഷൻ ഇത്രയേറെ ആഴത്തിലായിരുന്നു എന്ന് എനിക്കും അല്ലെങ്കിൽ ലാലേട്ടന്റെ റിയൽ ഫാൻസിനും ഒക്കെ ഇങ്ങനെ ഒരു ആഴം ഈ മനുഷ്യന് ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയാണ്.